സാറിന് റിസപ്ഷനിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ രാത്രി ഇപ്പൊ ആര് വിളിക്കാനാ? ഇവന് ക്ലോറോഫോം കൊടുക്കടാ. ഇങ്ങോട്ട് അടയ്ക്കാം. അല്ല, ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട പോലെ തോന്നി. ഇറങ്ങി വന്നപ്പോ ഒരു പെൺകുട്ടി ഓടി പോകുന്നോ കണ്ടു. കൂടാരൊക്കെ ഉണ്ട് താനും. വാതിലടച്ചേക്ക് സിദ്ധു, നമുക്ക് പരിചയമില്ലാത്ത സ്ഥല. ആരാ എന്താന്നൊക്കെ എങ്ങനെ അറിയാം? വാ. അർജുന, എല്ലാം ഓക്കെ. മൈനെ ജോണി കൊണ്ടുപോയി. ആരെങ്കിലും കണ്ടോ? കാണാൻ വഴിയില്ല. ഞാൻ ഈ മുറിയിൽ എത്ര സമയം ബോധം കെട്ട് കിടക്കണം? നീ ഇവിടെ കിടക്ക്. അവര് പെണ്ണിനെ അതിർത്തി കിടത്തുന്നവരെ ആരും അറിയരുത്. ഞാൻ വിളിച്ചു പറയാം. ഓക്കെ. നല്ല തൊട്ടെണ്ണി കൊടുത്തിട്ടാ നിന്നെ വാങ്ങിയത്. തുള്ളാതെ
വണ്ടി ഇടിച്ചെന്നോ? അതേ വേണു, വണ്ടി ഒന്ന് ഇടിച്ചു നിന്നപ്പോ ആ പെണ്ണിറങ്ങി ഓടി. എതിരെ വന്നൊരു വണ്ടിയിൽ ഇടിച്ച് വീണു. എന്നിട്ട് എന്ത് പറ്റി? അതൊന്നും എനിക്കറിയില്ല. അപ്പോഴേക്ക് പോലീസ് എത്തി, ഞങ്ങളോട് രക്ഷപ്പെട്ടു. ജോണി, ഇത് വലിയ ചതിയായി പോയില്ലേ? ആകെ പ്രശ്നമല്ലേ? ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. മൈനെ കണ്ടിട്ടില്ലേ? അവള് പോലീസോട് പറയില്ലേ? അവള് തീർന്നു എന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും തൽക്കാലം നിങ്ങളോട് നിൽക്കണ്ട, കേരളം വിട്ടോ. ഫോൺ പോലും വിളിക്കണ്ട. അങ്ങനെ പോവാൻ പറ്റില്ല. സേഠിയോട് ഞാൻ സമാധാനം പറയണം. എന്തായാലും സംഭവിച്ച എന്താണെന്ന് അറിയട്ടെ, അതുവരെ പുറത്തിറങ്ങണ്ട. ഓക്കെ, ശരി ശരി ശരി. വേണു, ഒരു നല്ല പണി കിട്ടി. എന്താ? ജോണിയുടെ കയ്യിൽ നിന്ന് മൈന രക്ഷപ്പെട്ടു. എങ്ങനെ? കാർ എവിടെയൊന്ന് ഇടിച്ചു. ആ സമയത്ത് അവളെ ഇറങ്ങി ഓടി. ഒരു വണ്ടിയിൽ ഇടിച്ചു എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്ത് പറ്റിയെന്നറിയാവോ? ഒന്നും അറിയില്ല അർജുന. ഞാനിപ്പോ എന്ത് ചെയ്യും? തടി രക്ഷിക്കണം എനിക്ക്. നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെ ഭാവിക്കണം. അവര് ക്ലോറോഫോം മണപ്പിച്ച് നീ അബോധാവസ്ഥയിലായി. ഇപ്പൊ ഉണർന്നപ്പോ ഭാര്യ കാണാനില്ല. അതിന് ബഹളം വെച്ച് എല്ലാവരും അറിയിക്കണം. അതാ നല്ലതല്ലേ? നല്ലതെന്ന് മാത്രമല്ല, അതാണ് ശരിയായ വഴി. ശരിക്കും നീ ബോധം കെട്ട് പോയിരുന്നെങ്കിൽ എഴുന്നേക്കുമ്പോ എന്ത് ചെയ്യായിരുന്നു? അതങ്ങോട്ട് ചെയ്യുക. ശരി. ഇതിനിടയ്ക്ക് നീ SP ഹരിശേഖരനെ വിളിച്ച് കരഞ്ഞ് വിവരം പറയണം. പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഡോക്ടർ, എന്റെ അനിയത്തിയത്. ഡോണ്ട് വറി, ഞാൻ നോക്കാം. അയ്യോ മൈനേ, അയ്യോ മൈനേ, മൈനേ. എനിക്ക് എന്റെ മൈനെ കാണാനില്ല. ആരുടെ നിലവിളിയല്ലേ കേൾക്കുന്നത്? അയ്യോ, എന്റെ മൈനെ തട്ടിക്കൊണ്ടുപോയേ. അയ്യോ അയ്യോ അയ്യോ. ശരിയാ, പോയി നോക്കാം. അയ്യോ, ഇവിടെ ഒന്നും ആരുമില്ലേ മൈനെ? അയ്യോ, എന്താ എന്താ എന്ത് പറ്റി? എന്റെ ഭാര്യയെ കാണാനില്ല. ആരോ മുറിയിൽ വന്നു, അവളെ തട്ടിക്കൊണ്ടുപോയി. എന്താ ചെയ്യാ? സിദ്ധാർത്ഥ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ അർജുന സംഭവിച്ചത്? മൈനെ ആരോ പിടിച്ചോണ്ട് പോയി സിദ്ധാർത്ഥ. ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ വാതിൽ തുറന്നു. എന്നെ എന്തോ തന്ന് മണപ്പിച്ചു. അയ്യോ, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇപ്പൊ എണീറ്റപ്പോ മൈനെ കാണാനില്ല. അയ്യോ, ആരും ഇല്ല ഇവിടെ. അവനെ തല്ലിട്ടെന്താ കാര്യം? അവൻ ഫിറ്റാ. ഇനി എന്ത് ചെയ്യാനാ? അയ്യോ, ഹലോ. ഹരിയേട്ടാ, സിദ്ധുവാ. സിദ്ധാർത്ഥ. ഹരിയേട്ടാ, നമ്മുടെ മൈന ആരോ ബലമായിട്ട് പിടിച്ചോണ്ട് പോയിന്ന്. ഞാൻ ഊഹിച്ചു. നിങ്ങളും അതേ കോട്ടേജിലായിരുന്നു അല്ലേ? അപ്പൊ ഹരിയേട്ടൻ അറിഞ്ഞോ? അർജുനൻ വിളിച്ചിരുന്നു. മൈന ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? അപ്പൊ തട്ടിക്കൊണ്ടുപോയെന്ന് അർജുനൻ പറഞ്ഞതോ? അർജുനന്റെ ബോധം കിട്ടിയിട്ട് മൈനെ ആരൊക്കെ ചേർന്ന് പിടിച്ചോണ്ട് പോയെന്നാ പറഞ്ഞത്. എന്നിട്ട് അർജുനൻ അവിടെ ഉണ്ടോ? ഇപ്പൊ കരഞ്ഞോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. മൈനക്ക് എന്താ സംഭവിച്ചത്? വണ്ടി അടിച്ച് റോഡിൽ കിടക്കായിരുന്നു.
ഭാഗ്യത്തിന് ഞാൻ ആ വഴിക്ക് വന്നു. അവൾക്ക് എന്താ പറ്റിയേ? ബോധം വീണിട്ടില്ല, ഐസിയില്ല. പുറമേ അത്രയ്ക്ക് പരിക്കൊന്നും കാണാനില്ല. ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടോന്ന് അറിയില്ല. എനിക്ക് ബോധം വീണിട്ടില്ല, ഐസിയുല. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയുണ്ടോ? ഒന്നും അറിയില്ല സിദ്ധാർത്ഥ. ഡോക്ടർ പുറത്തു വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട, ഈ രാത്രി നിങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നാളെ വന്നാൽ മതി. കാര്യങ്ങൾ ഞാൻ വിളിച്ചറിയിക്കാം. എന്തൊക്കെയാ സിദ്ധു ഇവിടെ സംഭവിക്കുന്നത്? അവരെന്തിനാ ഇവിടെ വന്നത്? അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ മനസ്സേ, ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടെന്ന്. ഓടിക്കുന്നത് കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് മൈനയായിരുന്നു. രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈശ്വര. നമ്മൾ അറിഞ്ഞില്ലല്ലോ സിദ്ധു. അവൾക്ക് സീരിയസ് ആണോ എന്തോ? ഒന്നും അറിയില്ല. എന്തോ ഭാഗ്യത്തിന് ഹരിയേട്ടന്റെ കയ്യിൽ തന്നെ ചെന്ന് പെട്ടത്. എനിക്കിപ്പോഴും അർജുനന്റെ സംശയമുണ്ട്. അവൻ മനഃപൂർവ്വം ജയിച്ചാണോ ഇതൊക്കെ? അവന്റെ കരച്ചിൽ കണ്ടപ്പോ അങ്ങനെ തോന്നിയില്ല. എന്തായാലും നമുക്ക് വെളുപ്പിനെ അങ്ങ് പോവാല്ലേ? അല്ലാതെ എന്ത് ചെയ്യും? ഒരിക്കലും ഒരു മനസ്സമാധാനവും തന്നിട്ടില്ല മൈന. ഇവിടെ വന്നപ്പോഴും അവളൊരു ബാധ്യതയായിട്ട് തോന്നുന്ന തലയില്. എന്റെ മൈനക്ക് എന്താ പറ്റി? വഴിയിൽ വീണ് കിടക്കായിരുന്നു, ബോധമുണ്ടായിരുന്നില്ല. ആരെ ഈ ചതി ചെയ്തത്? എന്തിനെന്റെ മൈനെ എനിക്കൊന്ന് കാണണം. എന്തായിരുന്നു സംഭവിച്ചത്? സത്യമേ പറയാവൂ. എനിക്കൊന്നും അറിയില്ല. ഉറക്കം പിടിച്ച സമയമായിരുന്നു. വാതിലിന് മുട്ട് കേട്ടപ്പോ ഞാൻ വാതിൽ തുറന്നു. നോക്കുമ്പോ ഒരാളെന്റെ മൂക്കും വായും പിടിച്ചമർത്തി. കുഴഞ്ഞു വീണതുപോലൊരു ഓർമ്മയുണ്ട്. പിന്നീട് ഒരു കരച്ചിലും. പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോ നിലത്ത് കിടക്കുക. മൈനയെ കാണാനുമില്ല. ആരാ വന്നതെന്ന് നീ കണ്ടില്ലേ? പൊക്കമുള്ള ഒരാളായിരുന്നു മൂക്ക് പൊത്തിയത്. പിന്നൊന്നും ഓർമ്മയില്ല. ആ സമയത്ത് വാതിലിൽ മുട്ടിയപ്പോ ആരാന്ന് ചോദിച്ചിട്ട് വേണ്ടേ വാതിൽ തുറക്കാൻ? ചോദിച്ചു. റൂം ബോയ്യാ, ഒരു ഫോൺ കോൾ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ മറ്റു മുറികളിലൊക്കെ താമസക്കാരുണ്ടോ? കുറവാണെന്നാ തോന്നുന്നത്. സിദ്ധാർത്ഥനും മാനസയും അവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഈ വന്നതും ഉപദ്രവിച്ചതും ഒക്കെ ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? സാർ ഇങ്ങനെ ചോദിച്ചെന്നെ വിഷമിപ്പിക്കരുത്. എന്റെ ഭാര്യ മൈന. അവളോട് എത്ര ഇഷ്ടമുണ്ടെന്ന് സാറിന് അറിയാവുന്നല്ലേ? അവളെ ഉപദ്രവിക്കാൻ ഞാൻ കൂട്ടുന്ന പോലെയല്ലേ സാറ് ഇപ്പൊ ഓരോന്ന് ചോദിക്കുന്നത്? നിന്നെ എനിക്ക് വിശ്വാസം ഇല്ല അർജുന. ഇപ്പോഴും എപ്പോഴും നീ സംശയത്തിന് നിഴലില്ല. മൈനയ്ക്ക് ബോധം തെളിയുന്നവരെ നിനക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാം. അവൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം.
ആ രജിസ്റ്റർ എടുക്ക്. സർ. ഇന്നലെ രാത്രി 7:30 അർജുനും മൈന ഇവിടെ റൂം എടുത്തല്ലേ? അതെ സർ. എന്താടോ എന്റെ പേര്? പ്രദീപ്. രാത്രി പ്രദീപാണോ ഇവിടെ ഉണ്ടായിരുന്നത്? ഇല്ല സർ, 9 മണിയായപ്പോൾ ഞാൻ പോയി. ഇന്ന് രാവിലെയാ വന്നത്. അതെന്താ രാത്രി ഇവിടെ ആരും വേണ്ടേ? സീസൺ ആണെങ്കിൽ മാത്രമേ ആളുകൾ രാത്രി വരാറുള്ളൂ. അതുകൊണ്ട് അല്ലാത്ത മാസങ്ങളിൽ രാത്രി ആരും ഇരിക്കാറില്ല. രാത്രി ആരെങ്കിലും വന്നാലോ? ഇതിന് തൊട്ട് ബാക്കിലാണ് സർ ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റാഫ് എപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ എന്നെ വിളിക്കും. ആ, അയാളെ ഒന്ന് വിളിക്കേ. നിങ്ങളിവിടുത്തെ താമസക്കാരാണോ? അതെ സർ. എത്ര ദിവസമായി? 2 ദിവസമായി. ആ, ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ഇല്ല സർ, ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ അറ്റത്താണ് സർ. ഇവിടെ ശബ്ദം കേട്ടതായി ഓർമ്മയില്ല. ഇവനാണ് സർ. എന്താണ് എന്റെ പേര്? സതീശൻ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചോന്ന് നീ അറിഞ്ഞില്ലേ? ഇല്ല സർ. എങ്ങനെ അറിയാനാ? അടിച്ച് ഫിറ്റായി ബോധമില്ലാതെ കിടന്ന് ഉറങ്ങായിരുന്നവൻ രാത്രി ഒരു കണക്കിനാ വിളിച്ചെണീപ്പിച്ചത്. നേരാണോടാ? എന്നെ ഒന്നും ചെയ്യല്ലേ സാർ. ഇവിടെ രാത്രി ആരും വരാറില്ല. 10 മണി ആകുന്നത് വരെ റൂമിലുള്ളവർക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കും. പിന്നെ ആരും ഒരു ആവശ്യത്തിന് വിളിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ. സിദ്ധാർത്ഥനും മാനസി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾ ഉച്ചയ്ക്കാ സർ വന്നത്. പക്ഷേ അർജുനും മൈന എവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. എന്താ സംഭവിച്ചെന്നറിയോ? സർ, എന്റെ റൂമിന്റെ 2-3 റൂം അപ്പുറത്തായിരുന്നു അവരുടെ റൂം. രാത്രിയിൽ എപ്പോഴും റൂമിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ട പോലെ എനിക്ക് തോന്നി. പുറത്തിറങ്ങാൻ എനിക്ക് പേടിയാ സർ. ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ടും സിദ്ധു എഴുന്നേറ്റ് വാതില് തുറന്ന് നോക്കി. ഒരു പെൺകുട്ടി ഓടുന്ന പോലെ തോന്നിയെന്ന് സിദ്ധു പറഞ്ഞിരുന്നു. ഒരു നിഴല് പോലെയാ കണ്ടത്. അത് മൈനയാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ റിസപ്ഷനിൽ വന്നു. ഇവിടെ ആണെങ്കിൽ ആരുമില്ല. ഇവനാണെങ്കിൽ ഓഫായി കിടക്കായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ അർജുന്റെ കരച്ചിൽ കേട്ടാ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തു വന്നത്. ഈ അർജുൻ എന്താ സിദ്ധാർത്ഥ പറഞ്ഞത്? അവനെ വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ കൊള്ളില്ല സാർ അവനെ. എന്നാൽ ഇന്നലെ പറഞ്ഞതിൽ കുറച്ച് വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നു. അവനെ മയക്കി കിടത്തിയിട്ട് മൈനയും കൊണ്ട് പോയിന്ന് അവൻ പറഞ്ഞത്. അവൻ തന്നെയാ എല്ലാവരും വിളിച്ചറിയിച്ചതും. മൈനക്കിപ്പോ എങ്ങനെയുണ്ട് സർ? ഐസിയുലാണ്, ബോധം വീണിട്ടില്ല. ഹരിയേട്ടൻ സാർ ഹോസ്പിറ്റലുണ്ട്. എങ്ങനെയുണ്ട് സാർ എന്റെ മൈനമോക്ക്? പറ, എന്റെ മൈനമോക്ക് എന്താ പറ്റിയേ? ബഹളം വെക്കണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല. എന്താണ് സംഭവിച്ചത്? പാതിരാത്രി ആരൊക്കെ മുറിയിൽ വന്ന് മൈനയെ കൊണ്ടുപോയി. എന്നെ ബോധം കെടുത്തിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ബോധം കെടുത്താൻ വേണ്ടി നീ നിന്നു കൊടുത്തോ? പെട്ടെന്നായിരുന്നില്ലേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് കൊണ്ടുപോകുന്ന വഴിക്കെങ്ങാണ്ട് മൈന കാറിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പൊ വണ്ടി ഇടിച്ചു. അതാരാ നിന്നോട് പറഞ്ഞത്? നീ ബോധം കെട്ട് കിടക്കായിരുന്നില്ലേ?